ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മൾ കല്യാണത്തിലൊക്കെ പോകുമ്പോൾ ഈത്തപ്പഴ അച്ചാർ കഴിക്കാൻ ഇഷ്ടമുള്ളവരാരെങ്കിലും ഉണ്ടോ? ഇപ്പോൾ ഈ അടുത്തൊക്കെ ആയിട്ടാണ് നമ്മൾ കഴിക്കാൻ തുടങ്ങിയത്. അടുത്തല്ല, എന്നാലും പണ്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊക്കെയാണ് അടുത്തായിട്ട് കഴിക്കാൻ തുടങ്ങിയത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈത്തപ്പഴ അച്ചാർ. പക്ഷെ പുറത്തുനിന്ന് വാങ്ങാൻ വെച്ചാൽ അത്യാവശ്യം റേറ്റ് ഉണ്ടാവും. വീട്ടിലാണെങ്കിൽ ഈത്തപ്പഴം ഉണ്ട്, അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു വട്ടം ഉണ്ടാക്കി നോക്കിയിട്ടോ. ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇന്ന് ഈ പ്രാവശ്യം നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു. സൺഡേ ആണ്, ഓഫാണ്, കിടന്നുറങ്ങേണ്ട ടൈമാണ്. എനിക്കാണെന്നുണ്ടെങ്കിൽ നല്ല ജലദോഷവും പനിയൊക്കെ ഉണ്ട്. കാലാവസ്ഥ വളരെ മോശമായതുകൊണ്ട്. അപ്പോൾ ഇന്ന് വാപ്പ പറഞ്ഞു ഈത്തപ്പഴ അച്ചാർ ഉണ്ടാക്കാൻ പോവാണെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഒന്ന് കാണിച്ചേക്കാമെന്ന്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഈത്തപ്പഴ അച്ചാർ വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് കണ്ടിട്ട് വരും ഗായ്സ്. ഉലുവയും കായും ജീരകമില്ല, ഉലുവയും കായും എണ്ണയിൽ വറുത്തിട്ട് പൊടിച്ചത്. ഉലുവയും കായും എണ്ണയിലിട്ട് വറുത്ത് പൊടിച്ചത്. പിന്നെ പച്ചമുളക് 1, കാന്താരി മുളകും, പിന്നെ കറിവേപ്പില 250 ഗ്രാം, കാരക്ക വേവിച്ചിട്ടില്ല, വെറുതെ കുരു കളഞ്ഞിട്ട് വെച്ചത്, പുളി ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി, അത് ചുടുവെള്ളത്തിൽ ഇട്ട് വെച്ചത്, പിന്നെ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്. അപ്പോൾ ഇതെല്ലാമാണ് കേട്ടോ ഗൈസ് ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്ക് ഇനി എണ്ണ ചൂടാക്കി കടുക് പൊട്ടിക്കാം. പാപ്പയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ കടുക് പൊട്ടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലോട്ട് കടുകാണ് ഇടാൻ പോകുന്നത്. എണ്ണ ചൂടായിട്ട് കടുകിടും. കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉലുവ ഇടുന്നുണ്ട്. എത്ര ഇടുന്നു? കടുക് പൊട്ടി വന്നപ്പോൾ ഉലുവ ഇട്ടിട്ടുണ്ട്. അടുത്തതായിട്ട് ഇടാൻ പോകുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്. പച്ചമുളക്, അടുത്ത കറിവേപ്പില. അപ്പോൾ എണ്ണ ഒഴിച്ചു, കടുകിട്ടു, ഉലുവിട്ടു, അതിനുശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞതിട്ടു, പിന്നെ പച്ചമുളകും കുറച്ച് കാന്താരി മുളകും മിക്സായിട്ട് ഇട്ടിട്ടുണ്ട്, പിന്നെ കറിവേപ്പിലയും. ഇതൊക്കെ നന്നായി മിക്സ് ചെയ്യുക. കളറ് മാറി വരുമ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക, 2.5 ടീസ്പൂൺ മുളക് പൊടി ഇടുക. എന്നിട്ട് മിക്സ് കരോ. കുറച്ച് ഉപ്പിടുക. ഉപ്പ് എത്ര ഇടണം? ഉപ്പ് 1 ടീസ്പൂൺ. ഈത്തപ്പഴം ഇടും. വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുന്നു. ഇതിൽ പുളി ഒഴിച്ചാ കഴുകി വെച്ചതാണ്. കഴുകി വെച്ച ഈത്തപ്പഴം നമ്മൾ മസാലയിലേക്ക് ഇട്ടു. വേവിക്കില്ല. അപ്പോൾ ഇത് പുളിവെള്ളം ഒഴിക്കുകയാണ് അടുത്തത്. മിക്സ് വെച്ച പുളി നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ഈത്തപ്പഴ അച്ചാർ റെഡി ആയിട്ടുണ്ട്. പറയുന്നുണ്ട്
ചിലുവിനൊരു സംശയമുണ്ട്, ചോദിച്ചിട്ട് വരട്ടെ ഗൈസ്. ഇതിലേക്ക് ഈ വെള്ളവും കൂടി ഇടുന്നുണ്ട് ഗൈസ്. നമുക്ക് ആ ഒരു ഉലുവയും കായും എണ്ണയിലിട്ട് എന്താ ചെയ്തത്, എണ്ണയിലിട്ടിട്ട് വറുത്ത് പൊടിച്ചത് കേട്ടോ. അത് ലാസ്റ്റായിട്ട് ഇടുക. കഴിഞ്ഞില്ലേ? ഇനി വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഈത്തപ്പഴച്ചാറ് റെഡിയായി ഗൈസ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യൂ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ലാസ്റ്റ് കൺസിസ്റ്റൻസി കാണിക്കാം. അപ്പോൾ ഗൈസ് ലാസ്റ്റായിട്ട് ഒരു സംഭവം മറന്നുപോയി. നമ്മുടെ വറമുളകില്ലേ, അതൊന്ന് എണ്ണയിൽ മൂപ്പിച്ചിട്ട് ഇടണമായിരുന്നു. അപ്പോൾ വാപ്പ മറന്നുകൊണ്ട് ലാസ്റ്റാണ് ഇട്ടത്. അങ്ങനെ നമ്മുടെ ഈത്തപ്പഴച്ചാറ് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. എങ്ങനെയുണ്ട് ഗൈസ്? അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഈത്തപ്പഴത്തിൻ്റെ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇതിങ്ങനെ നമുക്ക് ഏത് കൺസിസ്റ്റൻസിയാണ്, കുറച്ച് ഇങ്ങനെ ചാറുകളാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം വയ്ക്കുമ്പോൾ തന്നെ ഓഫ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഈത്തപ്പഴച്ചാറ് റെഡി ആയിട്ടുണ്ട് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ ടാറ്റാ.